ശാദ്വല ഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി. ദ മാജിക് ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്നായിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കാമെന്നായിരിക്കുന്നു. 2-3 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല, കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ഇന്ന് ഞാൻ വീഡിയോ ഇടാനുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളുള്ള അമ്മമാർ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമില്ല, പല പല കാര്യങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയ കൂടെയും നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ഇത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്, എൻ്റെ മനസ്സിൽ വല്ലാണ്ട് കൊണ്ടൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ എൻ്റെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളുമായിട്ടാണ് കൂടുതൽ യാത്രകൾ ഉണ്ടാവുന്നത്. പിന്നെ എന്തെങ്കിലും എൻ്റെ വീട്ടിലെന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പം യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അതല്ലാണ്ട് അങ്ങനെ യാത്ര അധികം ചെയ്യാത്ത ഒരാളാണ്. ഇപ്പോൾ റെക്കോർഡിംഗ് ഒക്കെ ആയിട്ടാണ് കൂടുതൽ യാത്രകളിലേക്ക് ഞാൻ പോയേക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ വീടിനുള്ളിൽ ഒതുങ്ങിയിരിക്കും. ആകെ എന്നെ ഒരു പുറലോകമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ വാർത്ത, ഈ കാര്യങ്ങൾ, ഈ ന്യൂസൊക്കെ കാണുമ്പോൾ മാത്രമായിരുന്നു. അങ്ങനെ പുറത്തായിട്ടും അങ്ങനെ അത്ര ഇങ്ങനെ പോയിട്ട് അങ്ങനെയൊന്നും ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കുറേ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളായിട്ടുള്ള യാത്രകൾ വന്നതിന് ശേഷമുള്ള നമുക്ക് ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണല്ലേ. ചിലപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് അനുഭവങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ യാത്രയിലൂടെ. ശരിക്കും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ പുറലോകമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അത്യാവശ്യമാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും എന്താ പറയുക, പൊട്ടക്കുളത്തിലെ തവളെപ്പോലെ ആയിപ്പോകുമെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. നമ്മൾ ആ ലോകം എന്ന് പറയുന്നത് ചുരുങ്ങുകയാണ് നമ്മുടെ ലോകം. അപ്പം അത് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളിങ്ങനെ കറങ്ങി നടക്കണം എന്നല്ല, എന്നാലും അത്യാവശ്യം യാത്രകൾ നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഒരു യാത്രയുടെ ഇടയിലുള്ള ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം എനിക്ക് പാട്ടിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത ഒരു സീറ്റിൽ ഒരു കുട്ടി വന്നിരിക്കുക. സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത സീറ്റിലിങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചിരിച്ചു. ആ കുട്ടി ഇങ്ങനെ വന്നിരുന്നപ്പോൾ തന്നെ വല്ലാണ്ടൊരു ടെൻഷൻ അതിൻ്റെ മുഖത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ എൻ്റെ മോളുടെ പ്രായം, എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളെക്കാളും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. കാരണം എൻ്റെ മൂത്ത മോള് ചെന്നൈയിലാണ് അവൾ പഠിക്കുന്ന കാര്യമായിട്ട്, അവൾ അവിടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും, നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതല്ലെങ്കിലും എപ്പോഴും ചിന്തിക്കും. അങ്ങനെ നമ്മൾ പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കും, നമ്മളൊന്ന് ചിരിച്ചു. ആ കുഞ്ഞ് അപ്പോൾ വന്നിരുന്നപ്പോൾ തന്നെ വല്ലാണ്ടൊരു ടെൻഷനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ കുട്ടി ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ നോക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിതിങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കും, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു. ഈ കുട്ടി വല്ലാണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തിരുകുന്നു. അപ്പം ഞാൻ ഓർത്ത് സ്വാഭാവികമായിട്ട് ചില കുട്ടികൾക്കുള്ളൊരു കാര്യമാണ് യാത്ര ചെയ്യുമ്പോൾ വൊമിറ്റിംഗ് ടെൻഡൻസി. എൻ്റെ മോൾക്ക് അങ്ങനെയാണ്. ചില സമയത്ത് കൊച്ചിലെയൊക്കെ ഭയങ്കര വൊമിറ്റിംഗ് ടെൻഡൻസിയാണ്. AC വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ AC ഇരിക്കുമ്പോൾ ചില സമയത്ത് ഈ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു, മോൾക്ക് എന്തെങ്കിലും വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടോ, വിൻഡോ സൈഡിലേക്ക് ഇരിക്കണോ എന്ന് ചോദിച്ചു. പറഞ്ഞേ ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ. പിന്നെയും ഈ കുട്ടി വല്ലാണ്ട് ടെൻഷനിൽ എനിക്ക് ടെൻഷനായിട്ട് ഫീൽ ചെയ്തു. കുട്ടി വല്ലാണ്ട് ഇങ്ങനെ ഫോൺ എടുക്കണോ, ഇങ്ങനെ നോക്കണോ, ഓഫ് ചെയ്യണോ, അങ്ങനെയൊക്കെ കുറേ ടെൻഷനായിട്ട് എനിക്ക് വല്ലാണ്ട് തോന്നി. പിന്നെ ഞാൻ ചോദിച്ചു മോൾക്ക്, ചില കുട്ടികൾക്ക് അത് ചില കുട്ടികൾക്കെന്നല്ല, ചില ആളുകൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പം അവർ റിയാക്ട് ചെയ്യും. എന്നാലും ഞാൻ പേടിച്ചിട്ട് ഇത് പ്രത്യേകിച്ച് എൻ്റെ മോളുടെ ഒരു പ്രായം എനിക്ക് തോന്നി. അത് ഞാൻ ചോദിച്ചു, എന്താ മോൾക്ക് വല്ല വയ്യാണ്ടുണ്ടോ, എന്തെങ്കിലും തലവേദനയോ അങ്ങനെ ചെറുതായിട്ട് തലവേദന എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
ഓക്കെ മോളെ എന്നാൽ ശരി, വിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വേണ്ട, വെള്ളം എൻ്റെ കയ്യിലുണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ വേണ്ട ഇനി എന്നൊക്കെ പറഞ്ഞു. ആ കുട്ടി അങ്ങനെ വല്ലാണ്ട് ടെൻഷനില്ല. അപ്പോൾ എന്നിട്ട് ഈ കൊച്ചു ഇങ്ങനെ വേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് എന്തെങ്കിലും വയ്യാതെ മനുഷ്യൻ്റെ കാര്യമാണ് അല്ലേ, അപ്പോൾ എന്തെല്ലാം പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, എന്തെല്ലാം അസുഖങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു അപകട അവസ്ഥയിലേക്ക് പോകുന്നതാണെങ്കിൽ അത് നമുക്ക് തടയാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ആ കുട്ടിയോട് വീണ്ടും പറഞ്ഞു, മോൾക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ എന്നോട് പറയാം, എനിക്കും മോളുടെ പ്രായത്തിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് മോൾക്ക് ധൈര്യമായിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് മോളുടെ ടെൻഷൻ, കാര്യം പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 2 പെൺകുട്ടികളുടെ അമ്മയാണ്, എന്നോട് എന്ത് വേണേലും തുറന്നു പറയാം. നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. പ്രത്യേകിച്ച് ഈ പീരീഡ്സ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി പറഞ്ഞു, ഇതുപോലെ ഞാൻ ദൂരെ നിന്ന് വന്ന് ഇവിടെ നിന്ന് പഠിക്കുന്നതാണ്, എൻ്റെ നാടല്ല ഇവിടെ, ഞാൻ പഠിക്കാൻ വന്ന് നിന്ന് പഠിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലാസ്സിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ഒരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായി. അവർക്ക് ഇവൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്തു പോയി അവർ സിനിമയ്ക്കും അങ്ങനെയൊക്കെ പോയി. അതുപോലെ തന്നെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടൊക്കെ ഉള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഈ കുട്ടി എന്തൊക്കെയോ ഫോണിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. അങ്ങനെയുള്ള രീതിയിൽ ഒക്കെയുള്ള പ്രശ്നങ്ങളാണ്. വീട്ടിൽ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട്, എല്ലാ അച്ഛനും അമ്മമാരും അങ്ങനെയല്ല, കഷ്ടപ്പെട്ട് ഒത്തിരി വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊന്നുമല്ല. എൻ്റെ ഒരു ഇഷ്ടം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവർ സഹിച്ചിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ ജീവിച്ചിരിക്കില്ല, അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എനിക്കും എന്തെങ്കിലും അവന് എല്ലായിടത്തും പ്രചരിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു, അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആ കുട്ടി പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എന്തായാലും നമ്മളിത് മറച്ചു വെച്ച് ഉള്ളിൽ ഇപ്പോൾ പേടിച്ചിട്ട് നമ്മൾ ആരോടും ഷെയർ ചെയ്യാണ്ടത് മറച്ചു വെച്ച് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം ആ കുട്ടി പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് സൂയിസൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കണം. ഏതായാലും തെറ്റ് ചെയ്തു അല്ലേ, ആ തെറ്റ് തിരുത്തണമെങ്കിൽ നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരോട് അത് ഷെയർ ചെയ്യുക. അത് ആ ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ സൊല്യൂഷനൊന്നുമില്ല. അങ്ങനെ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ആകെ ടെൻഷനായി. പിന്നെ എന്താ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി, പിന്നെ എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്കറിയില്ല. സ്ഥലവും കാര്യങ്ങളും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാനും പറ്റില്ല. ശരിക്കും അത് ആ ഒരു അനുഭവം, ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വല്ലാണ്ടൊരു ടെൻഷനാക്കി. കാരണം ഞാനും 2 പെൺകുട്ടികളുടെ അമ്മയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പം കുഞ്ഞുങ്ങൾക്ക് ഓടി വന്ന് പറയാനൊരു സാഹചര്യം വീട്ടിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമാണെങ്കിലും ശരി, നമ്മളുടെ ഒരു വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും ശരി, നമുക്കതൊരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളത് മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ പെൺകുട്ടികൾ, കുഞ്ഞു മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്രണയം, ഇഷ്ടം, സംഭവങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾ അതൊക്കെ എന്താ പറയുക, അതൊരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ പരസ്പരം ഉണ്ടാകുന്ന ഒരു ആകർഷണം മാത്രമാണ്. അതൊരു പരിധി കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാം അത്രയും കഷ്ടപ്പെട്ടായിരിക്കുമല്ലോ പേരൻസ് നിങ്ങളെ പഠിക്കാനും അല്ലെങ്കിൽ ജോലിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആക്കി പറഞ്ഞു വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തെറ്റുകൾ ആർക്കും സംഭവിക്കാം, അറിയാണ്ട് ഇനി തെറ്റ് പറ്റിപ്പോയാൽ തന്നെ അത് എത്രയൊക്കെ പ്രശ്നങ്ങൾ വീട്ടിൽ എന്തായാലും പാരൻസൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും അത്. അവർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യണ്ടേ, അത് റിയാക്ട് ചെയ്താൽ അങ്ങനെ എന്ത് സംഭവിച്ചാലും വീട്ടുകാരോട് തുറന്നു പറയുക. അതിനുള്ള സൊല്യൂഷൻ അവർ തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു കാര്യം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ജസ്റ്റ് അനുഭവങ്ങൾ, ഓരോരോ അനുഭവങ്ങൾ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളാണ് ഇന്നത്തെ ഈ ലോകത്ത് നടക്കുന്നത്. ഈ ലോകം എന്ന് പറയുന്നതേ അതാണ്, എന്താ പറയുക, ദുഷ്ടത നിറഞ്ഞ കുറേ ആളുകളുടെ ഒരു എന്താ പറയുക ലോകമാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പലപ്പോഴും.
പക്ഷെ ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ആ കുട്ടി അത്രയും തൻ്റെടമായിട്ട് തന്നെ നിൽക്കണം. ഒരിക്കലും ആ കുട്ടിയുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഞാൻ ഒരിക്കലും എന്താ പറയുക സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാനൊന്നും അല്ല. ഞാൻ കഷ്ടപ്പെട്ട് വേണം ആ കുടുംബത്തെ ഒന്ന് കരകയറ്റാൻ വേണ്ടി. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് സോൾവ് ചെയ്തേ മതിയാവൂ ആൻറ്റി, അത് ഞാൻ സോൾവ് ചെയ്യും എന്ന് ഇങ്ങനെ പറഞ്ഞു ആ കുട്ടി. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞ ഓരോ അനുഭവങ്ങൾ നമുക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഭയമായി പോകാറുണ്ട് അല്ലേ, വല്ലാത്തൊരു പേടി തോന്നും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണേലും അതൊക്കെ ഒരു പേടിയാവണം. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളൊരു ഭയമാണ് നമ്മൾ ഒരു ദിവസവും അല്ലേ. അപ്പം മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മളുടെ ആ പഠന സമയം എന്ന് പറയുന്നത്, ആ ഒരു പ്രായം എന്ന് പറയുന്നത് അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന, അതായത് ചെറിയ 18 വയസ്സ് 16 17 18 വയസ്സ് എൻ്റെ 20 വയസ്സിനുള്ളിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പക്വതപരമായിട്ടുള്ളതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചിലപ്പം വികാരപരമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക നമ്മളൊരു ചിന്തയില്ലാത്ത കാര്യങ്ങൾ എടുത്തിയാടുന്നൊരു ഒരു പ്രായമുണ്ട്. അപ്പോൾ ആ പ്രായത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പം അത് ശരിയാവണമെന്നില്ല, ചിലപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും പറ്റുമായിരിക്കും. എന്നാലും കൂടുതലും നമ്മൾ ആ ഒരു കാലത്തിൽ പഠിച്ച് സ്വന്തം കാലിൽ നിന്ന്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. സ്വന്തം കാലിൽ നിന്ന് അവർ കുടുംബത്തിന് വേണ്ടിയും അവരുടെ പിന്നീട് നമുക്ക് ഒരു തീരുമാനം എടുക്കാം, നമുക്കൊരു പക്വതപരമായിട്ടുള്ള തീരുമാനം എടുക്കാം. ഇനി ഒരു കുടുംബമായിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ പ്രശ്നങ്ങൾ ഒരിക്കലും സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു എന്താ പറയുക ഒരു ഓപ്ഷൻ അല്ല. അതല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നല്ല രീതിയിൽ പക്വതപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പ്രണയം അല്ലെങ്കിൽ ഒരു ഇഷ്ടം അത് മാത്രമാണ് നമ്മുടെ ലോകം, അല്ല അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലാണ് പല ലൈഫും കടന്നു പോകുന്നത്. ഒരിക്കലും അതല്ല. പ്രണയവും ഇഷ്ടമൊക്കെ നല്ലത് തന്നെയാണ്, മനസ്സിന് സന്തോഷം തരുന്നതാണ്. അത് നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അത് മാത്രമാണ് ലോകം എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചുരുങ്ങാതെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കുക. ഇനി അഥവാ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ എത്തപ്പെട്ടാൽ അത് വീട്ടുകാരുമായിട്ട് പറഞ്ഞ് അവരോട് തുറന്ന് പറഞ്ഞ് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്ത് അപകടങ്ങൾ ക്ഷണിച്ച് വരുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിങ്ങനെ ഒരു ചെറിയൊരു അനുഭവങ്ങൾ കേട്ടപ്പം എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ചിൽഡ്രൻസ്, ബൈ ബൈ.